ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നല്ല ഭംഗിയുള്ളൊരു കോട്ടൺ മൾമൾ സാരി സ്റ്റൈൽ ചെയ്യുന്നതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമുക്ക് മേക്കപ്പിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ബേസായിട്ട് യൂസ് ചെയ്യുന്നത് സെറാവയുടെ മോയ്സ്ചറൈസറാണ്. ഇത് നന്നായിട്ട് ഹൈഡ്രേറ്റും ചെയ്യും, പിന്നെ മേക്കപ്പിൻ്റെ അടിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. സെപ്പറേറ്റ് പ്രൈമറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ലുക്കിൽ ഞാൻ ഫൗണ്ടേഷനും കൺസീലറും ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന ഷെയ്ഡ് നമ്പർ 1 ആണ്. ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ഫൗണ്ടേഷൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇത് അത്ര ഭയങ്കര കവറേജ് ഒന്നും തരില്ല കേട്ടോ. നമ്മുടെ സാധാരണ ഒരു ഫൗണ്ടേഷൻ്റെ കവറേജ് ഒന്നും ഉണ്ടാവില്ല. ആക്ച്വലി ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഞാൻ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ചെയ്യുന്നതാണ് കേട്ടോ. അതായത് മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ. ഞാൻ ത്രെഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എൻ്റെ ഐബ്രോസ് ഒന്നും ശരിയല്ല. അപ്പം ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു മൈക്രോ പ്രിസിഷൻ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു പെൻസിലാണ്. അപ്പോൾ നിങ്ങളൊരു ബിഗിനറൊക്കെ ആണെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് നന്നായിട്ട് ഇത് നമുക്ക് വരയാനൊക്കെ പറ്റും. ഇതിന് മുന്നേ ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു പാലറ്റാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പം നോക്കുമ്പോൾ അതിൻ്റെ റേറ്റ് ഒക്കെ കൂടി. അതിനിപ്പോൾ 1000 റുപ്പീസാണ് ആ ഒരു ചെറിയൊരു പാലറ്റിന്. അപ്പം അതിന് ശേഷം ആണ് ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഐബ്രോ പെൻസിൽ വാങ്ങുന്നത്. ഇത് സംഭവം അടിപൊളിയാണ്, ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. കാജൽ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ കാജലാണ്. ഇതാകുമ്പോഴത്തേനും ഇതിൽ ബ്രഷും കൂടെ വരുന്നുണ്ട്, സ്മഡ്ജ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കത് ഈസി യൂസ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട്. ആൻഡ് ഇത് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ളതുമാണ്. ആൻഡ് ഇതിൻ്റെ കൂടെ വരുന്ന ഈ ഒരു ബ്രഷിനെ കൊണ്ട് തന്നെ നമുക്ക് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ലാഷസ് ഒന്ന് റെഡിയാക്കണം. ഞാൻ മെബലൈൻ്റെ ഈ ഒരു കൊളോസൽ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു നല്ലൊരു മസ്കാരയാണ്. ഇനി ഐ മേക്കപ്പ് വേറൊന്നുമില്ല. അടുത്തത് ബ്ലഷ് ഒന്ന് അപ്ലൈ ചെയ്യണം. അതിന് ഇത് കെ ബ്യൂട്ടിയുടെ സ്വീറ്റ് ഹാർട്ട് പിങ്ക് എന്ന് പറയുന്ന ഒരു സ്വീറ്റ് ഹാർട്ട് പിങ്ക് ആണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട് ബ്ലഷിൻ്റെ. ആൻഡ് ഇത് വളരെ കുറച്ച് മാത്രം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ, വളരെ കുറച്ച്. കാരണം അത്രക്കും പിഗ്മെൻറ്റേഷൻ ഉള്ളതാണിത്. ഞാനിവിടെ കൈ കൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇതൊരു ന്യൂഡ് പിങ്കിൽ വരുന്നതാണ്. ഇനിയുള്ളത് ലിപ്സ്റ്റിക് ആണ്. ഞാൻ ഓൾറെഡി ലിപ് ബാം അപ്ലൈ ചെയ്ത് ലിപ്സിനെ ഹൈഡ്രേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ലിപ്സ്റ്റിക് എടുത്തിരിക്കുന്നത് ഷുഗറിൻ്റെ ആണ്. ഷുഗറിൻ്റെ ആണ്. ഇത് മിസ് റോസ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട്. ഇതൊരു ക്രയോൺ മോഡൽ, എന്താണ്, ലിപ് ക്രയോൺ ആണ് ആക്ച്വലി. നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡാണ് കേട്ടോ, നല്ലൊരു വൈൻ കളറാണ് ഈ ഒരു ലിപ് ക്രയോണ്. ഞാൻ ഈ ഒരു സാരിയാണ് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. ഇത് ഹാൻഡ്ലൂം മൾമൾ കോട്ടൺ ആണ് കേട്ടോ. ഇങ്ങനെ ടെസൽ ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന ഒരു സാരിയാണ്. 2 ഷെയ്ഡ്സ് വരുന്നുണ്ട് ഇതിൽ. ആൻഡ് ഒരു സിൽവർ ലൈനിങ് ഒക്കെ ആയിട്ടുണ്ട്. ഇതെല്ലാം ഞാനിത് ഉടുത്തിട്ട് വരാം. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. നേരത്തെ ഇട്ടത് നല്ല ബ്രൈറ്റ് ആയി പോയി. സോ ഞാനിപ്പം യൂസ് ചെയ്തിരിക്കുന്നത് കെ ബ്യൂട്ടിയുടെ സ്നാപ്ഷോട്ടാണ്. അത് ന്യൂഡ് ഷെയ്ഡാണ്. അപ്പം നേരത്തെ ഇട്ടതിൻ്റെ ടിൻറ്റും അതൊക്കെ കൂടി ഇപ്പോൾ ഈ കളറാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതാണ് സാരി. ഞാൻ എന്തായാലും സൈഡിൽ ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ, വേർട്ടിക്കൽ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഫുള്ള് മനസ്സിലാവും. ഇപ്പോൾ ഇരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഫുള്ള് കാണുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് ഇതൊരു ക്രോപ്പ് ടോപ്പാണ്, സുഡിയോന്ന് വാങ്ങിച്ച.
അപ്പോൾ വൈറ്റ് ക്രോപ്പ് ടോപ്പുമായിട്ടാണ് ഞാനിത് പെയർ ചെയ്തിരിക്കുന്നത്. ഞാൻ വേറൊരു പിങ്കുമായിട്ട് ട്രൈ ചെയ്ത് നോക്കി, പിങ്ക് ഫ്ലോറൽ പ്രിൻറ്റഡുമായിട്ട്. അപ്പോൾ അതെന്തോ ഒരു പോറ് പോലെ. ഇതിൻ്റെ കൂടെ പിങ്ക് സോളിഡ് പാറ്റേൺ ആയിട്ടില്ല, അതായത് പ്ലെയിൻ പിങ്കും ഇതിൻ്റെ കൂടെ നല്ല ഉണ്ടാവും കേട്ടോ. കാരണം ഇതിൽ കണ്ടോ, ഇതിൽ പിങ്ക് ആൻഡ് വൈറ്റ് ടാസൽ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. അപ്പോൾ പിങ്കും ഇതിൻ്റെ കൂടെ മാച്ച് ആവും. അപ്പോൾ നമുക്കൊന്ന് ആക്സറീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ ഈ ഒരു ഇയറിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ കുന്തൻ സ്റ്റോൺസും പേൾസൊക്കെ വരുന്നുണ്ട്. ഫുൾ സിൽവർ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാം സിൽവർ ആയിട്ട് ഈ ഒരു മിസ്മാച്ചും കൂടെ വരുന്നുണ്ട്, സാരമില്ല. വള ഞാൻ ഈ ഒരു വളയാണ് യൂസ് ചെയ്യുന്നത്, പ്ലെയിൻ ആയിട്ടുള്ള സിൽവർ പ്ലേറ്റഡ് ബാംഗിൾസ്. അത് ഒരു കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതൊരു ചങ്കി ഫിംഗർ റിംഗ് ആണ്. അപ്പം ഇതിൽ വൈറ്റ് സ്റ്റോൺസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഇയറിംഗുമായിട്ട് കുറച്ചൊന്ന് മാച്ച് ആയിട്ട് പോകും. അപ്പം അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഒരു ട്രാൻസ്പെറൻറ്റ് ഹീൽസ് ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. പിന്നെ ഒരു സിൽവർ ക്ലച്ചും കൂടെ എടുക്കുന്നുണ്ട്. ഈ ഒരു എൻ്റയർ ലുക്കിൽ എനിക്ക് തോന്നുന്നു സിൽവർ ഇത് നന്നായിട്ട് പോകുന്നു. കാരണം പിന്നെ ഇതിൽ ഒരു സിൽവർ ലൈൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഈ ഒരു മൊത്തം സിൽവർ ഡീറ്റെയിലിംഗ് ഉള്ള ആക്സറീസ് വരുമ്പോഴത്തേനും നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഷോട്ട് എന്തായാലും ഞാൻ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇതിൽ തന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പ്രൊഡക്റ്റുകളുടെയൊക്കെ ലിങ്ക്സ് പറ്റുവാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. ആൻഡ് ഈ സാരി എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് ഏകത്ര എൻസംബിൾ ബൈ അഞ്ജന, അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. നല്ല സാരിയാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് സാരിയാണ്. ഹാൻഡ്ലൂം മൾമൾ കോട്ടണിലാണ് ഇത് വരുന്നത്. ഇട്ടപ്പോഴും എന്താ പറയുക, ഭയങ്കര ഒരു പിടി എന്നൊക്കെ പറയില്ല, അത്രമാത്രം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. നല്ല കംഫർട്ടബിൾ ആണ് ഉടുക്കാനൊക്കെ. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്കൊരു കാഷ്വലായിട്ടും യൂസ് ചെയ്യാൻ വേണമെങ്കിൽ ഇതുപോലെ ആക്സറൈസ് ചെയ്തിട്ടൊരു പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും ഇടം കാണാൻ എല്ലാ വീഡിയോ ഇട്ടതായിരിക്കും. ബൈ.